അഖിൽമാരാരിനെതിരെ രാജ്യദ്രോഹത്തിന് കേസെടുത്തതിന് ശേഷം പുള്ളിക്കാരൻ ഒളിവിൽ പോയേക്കുവാണ്. ഇപ്പോൾ എവിടെയാണെന്നോ എന്താണെന്നോ ആർക്കൊന്നും തന്നെ അറിയാൻ സാധിച്ചിട്ടില്ല. കുറേയധികം പേര് അഖിൽമാരാരിനെതിരെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അവർക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് ഭീഷണിപ്പെടുത്തുന്ന രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഭീഷണിപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു യൂട്യൂബറിനെ മെസ്സേജ് അയച്ച് നീ ഫ്രീ ആകുമ്പോൾ എന്നെ ഒന്ന് വിളിക്കുക എന്നുള്ളൊരു കാര്യം. അതിനെക്കുറിച്ച് അദ്ദേഹം എടുത്ത് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു യൂട്യൂബർ എല്ലാവരും ഇപ്പം ചെക്ക് ചെയ്യുന്നതും അന്വേഷിക്കുന്ന അഖിൽമാരാർ എവിടെ ആണെന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇതുവരെ വെളിയിലോ ഒന്നും തന്നെ അഖിൽമാരാരിനെ കാണാൻ സാധിച്ചിട്ടില്ല. വീട്ടിലില്ല എന്നുള്ളൊരു കാര്യമാണ് അറിഞ്ഞേക്കുന്നത്. പക്ഷേ എവിടെ പോയി എന്നുള്ളൊരു കാര്യം ഇതുവരെ ആർക്കും അറിയാൻ സാധിച്ചിട്ടില്ല. സാധാരണ അഖിൽമാരാർ എല്ലാ കാര്യത്തിലും ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. സംസാരിച്ച് ആരെ കയ്യിലെടുക്കാനും അതുപോലെ തന്നെ തനിക്കെതിരെ എന്ത് സംസാരിച്ചാലും അതിനെ മാറ്റി അവർക്കെതിരെ ആക്കാനുള്ള ഒരു കഴിവ് അഖിൽമാരാരിനുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ അങ്ങനെയൊന്നും നടന്നിട്ടില്ല. ചെറുതായിട്ട് പറ്റിയ ഒരു അബദ്ധം, ചെറുതായിട്ടെന്നല്ല, സ്വന്തം രാജ്യത്തിനെതിരെ സംസാരിക്കുമ്പോഴത്തേന് അത് ആലോചിച്ചും കണ്ടും സംസാരിക്കണമായിരുന്നു. അത് അഖിൽമാരാർ ചെയ്തില്ല. അതിനുള്ള പണിയാണ് ഇപ്പം വന്നേക്കുന്നത്. രാജ്യദ്രോഹ കേസാണ് വന്നേക്കുന്നത്. കുറഞ്ഞതൊരു 10 വർഷമെങ്കിലും ജയിലിൽ കിടക്കാനുള്ളതെല്ലാം അഖിൽമാരാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും അഖിൽമാരാരിനെതിരെ പോലീസ് എല്ലാം കേസെടുക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. ഓരോന്ന് വിളിച്ചു പറയുമ്പോഴത്തേന് ആലോചിച്ചും കണ്ടും വിളിച്ചു പറയുക എന്നുള്ളത് മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. അഖിൽമാരാർ അത് ചിന്തിക്കാതാണ് ഇങ്ങനെല്ലാം സംസാരിച്ചത്. ഇപ്പോൾ അവർ പ്രശ്നം വന്നിട്ടുണ്ട്, പോലീസ് അത് കേസെടുത്തിട്ടുണ്ട്. അഖിൽമാരാരിനെതിരെ സംസാരിക്കുന്നവർ വെയിറ്റ് ചെയ്ത് നിന്നവർ അഖിൽമാരാരിനെ കുത്തി സംസാരിക്കുകയാണ്. അതിനെല്ലാം അർഹനാണ് ഈ ഒരു വ്യക്തി. രാജ്യത്തിനെ കുറ്റപ്പെടുത്തുക, അതുപോലെ തന്നെ രാജ്യം ചെയ്യാത്തൊരു കാര്യം ചെയ്തു എന്ന് പറയുക, ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ അഖിൽമാരാർ കണ്ട രീതിയിലാണ് പറയുന്നത്. അതൊട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അഖിൽമാരാർ ആ ചെയ്തത് അതിനുള്ള ശിക്ഷ കിട്ടിയേ പറ്റൂ. ഇനി എത്ര നാൾ ഒളിവിൽ കഴിഞ്ഞാലും ആ ഒരു കേസ് അങ്ങനെ തന്നെ നിൽക്കും. ചെറിയൊരു കേസല്ല രാജ്യദ്രോഹം എന്ന് പറയുന്നത്. എന്തായാലും അഖിൽമാരാർ ഇതിനെക്കുറിച്ച് ഇതൊരു മറുപടിയോ ഒന്നും തന്നെ ഒരു വീഡിയോ ആയിട്ട് പോലും എത്തിയിട്ടില്ല. ആ ഒരു ടോപ്പിക്ക് വന്ന സമയത്ത് പുള്ളിക്കാരൻ പറഞ്ഞ കുറേയധികം കാര്യങ്ങൾ പ്രശ്നമായപ്പം ഒരു ലൈവിൽ വന്നിട്ട് ഞാൻ ഉദ്ദേശിച്ച അങ്ങനെയല്ല ഒരു മാപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഈ ഒരു കേസിൽ നിന്ന് ഊരി വരാൻ അഖിൽമാരാരിനെ ഹെൽപ്പ് ചെയ്യത്തില്ല എന്നുള്ളൊരു കാര്യം അഖിൽമാരാരിന് മനസ്സിലായതിന് ശേഷമാണ് ഒളിവിലേക്ക് പോയിട്ടുണ്ടായിരിക്കുന്നത്. ഇനിയിപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണോ എന്നറിയത്തില്ല. അതിന് മുമ്പ് ചിലപ്പോൾ പോലീസ് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ച് വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ സാധിക്കുന്നതായിരിക്കും. ഈ ഒരു കാര്യത്തിൽ അഖിൽമാരാർ എന്താണ് ഇങ്ങനെ ഒരു മണ്ടത്തരം കാണിച്ചത് എന്ന് നിങ്ങൾ എന്തുകൊണ്ട് തോന്നുന്നു, എന്താണ് കാരണം എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാനും എനിക്ക് ആഗ്രഹമുണ്ട്. സോ ഓക്കെ, ബൈ.